ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ 4ാമത്തെ പാഠം പിറന്നാൾ സമ്മാനം. എല്ലാ കൂട്ടുകാരും പിറന്നാൾ സമ്മാനത്തിൻ്റെ ക്ലാസ് കണ്ടുകാണെന്ന് കരുതുന്നു. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് മാത്രമല്ല, നമ്മൾ ആക്ടിവിറ്റി പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞെഴുത്തുന്ന പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ പാഠം പിറന്നാൾ സമ്മാനം എന്നുള്ള നമ്മുടെ 4ാമത്തെ പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. നമ്മൾ ക്ലാസ് ടെസ്റ്റിന്റെ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്, ചോദ്യങ്ങളാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രവർത്തനം 1. താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതം എഴുതുക. അതായത് നമ്മുടെ 4ാമത്തെ പാഠത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന പുതിയ കുറെ അക്ഷരങ്ങളുണ്ട് അല്ലേ? നമ്മൾ 4ാമത്തെ പാഠത്തിൽ നമ്മൾ കുറച്ചുകൂടെ 4ാമത്തെ പാഠത്തിൽ നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന കുറച്ച് അക്ഷരങ്ങളാണ് ഇവിടെ. കൂടുതൽ വാക്കുകൾ നമ്മുടെ 4ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ. അപ്പോൾ ഈ അക്ഷരങ്ങൾ തുടങ്ങുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? 2 വാക്കുകൾ വീതം ഇവിടെ എഴുതി ചേർക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഓ, യ, ന, ഥ, ഠ, ന്ത, ങ, പ, ന്ത, മ്പ. ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ 2 വാക്കുകൾ വീതം എന്ത് ചെയ്യുക? എഴുതി ചേർക്കുക. 2ാമത്തെ പ്രവർത്തനം തരം തിരിക്കാം. ഇവിടെ കുറച്ച് ജീവികളുടെ പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പാമ്പ്, കീരി, ആട്, കാക്ക, തത്ത, പല്ലി, പശു, മുതല. ഈ ജീവികൾ എന്താ ചെയ്യണം? അവയുടെ സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കേണ്ടത്. അതായത് ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവ. ഓക്കെ, അപ്പൊ ഇഴയുന്ന ജീവികളൊക്കെ എന്ത് ചെയ്യണം? ആദ്യത്തെ കോളത്തിൽ എഴുതുക. പറക്കുന്നവയെ 2ാമത്തെ കോളത്തിലും നടക്കുന്ന ജീവികളെ 3ാമത്തെ കോളത്തിലും എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. അടുത്ത പ്രവർത്തനം 3. സവിശേഷതകൾ എഴുതാം. നമ്മൾ ഏത് ജീവിന്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്? പൂച്ചയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ പൂച്ചയെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 വരി എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. വരിയാണ് എഴുതേണ്ടത്, വാക്കല്ല. അതായത് സെന്റൻസ് ആയിട്ട്, വരിയായിട്ടാണ് എഴുതി ചേർക്കേണ്ടത്. പൂച്ചയുടെ വാലിനെ കുറിച്ച് എഴുതാം, പൂച്ചയ്ക്ക് എത്ര കാലുണ്ടെന്ന് എഴുതാം അല്ലേ? അപ്പൊ പൂച്ചയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു 5 വരികൾ എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ 3ാമത്തെ പ്രവർത്തനം. പ്രവർത്തനം 3. അടുത്തത് പ്രവർത്തനം 4. 4ാമത്തെ പ്രവർത്തനം എന്താണ്? ഇഷ്ടമുള്ള ഒരു വളർത്തു ജീവിയുടെ ചിത്രം വരച്ച് നിറം നൽകൂ. ഒപ്പം അതിന്റെ പേരും കൂടെ എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളർത്തു ജീവി എന്ന് വെച്ചാൽ അറിയില്ലേ? പെറ്റ് അല്ലെ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വളർത്തു ജീവിയുടെ ചിത്രം എന്ത് ചെയ്യുക? വരയ്ക്കാം. വരച്ച് നിറം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വരച്ച ജീവി ഏതാണെന്നും കൂടെ, വരച്ച മൃഗം ഏതാണ് അല്ലെങ്കിൽ വരച്ച പക്ഷി ഏതാണെന്നും കൂടെ എന്ത് ചെയ്യണം? അതിന്റെ പേര് കൂടെ അടുത്ത് എഴുതി ചേർക്കും കൂടെ ചെയ്യണം. അടുത്തത് പ്രവർത്തനം 5. എന്താ പ്രവർത്തനം? 5ാമത്തെ പ്രവർത്തനം എന്താണ്? വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേരെഴുതുക. അതായത് വീട്ടിൽ വളർത്തുന്ന, ചോദ്യം ശ്രദ്ധിക്കുക, വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേരാണ് എഴുതേണ്ടത്. അതിൽ നിങ്ങൾ ജിറാഫ്, സിംഹം, പുലി എന്നൊന്നും എഴുതി ചേർക്കരുത്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ, അതായത് പശു, ആട്, അതുപോലെ എന്താ നമുക്ക് എഴുതാം? നായ അല്ലെ? അങ്ങനെ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേരാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ 5 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ 4ാമത്തെ പാഠത്തില്, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ യൂണിറ്റ് ടെസ്റ്റിൽ 5 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ ചോദ്യങ്ങളും വായിച്ച് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ 4ാമത്തെ പാഠത്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓരോ വാക്കുകൾ വായിക്കുന്നത്, അതുപോലെ അർത്ഥവും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആക്ടിവിറ്റീസും, പ്രവർത്തന പുസ്തകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുക. അതുപോലെ മറ്റ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളും കാണുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്